ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഒരു റോസിൻ്റെ മുട്ട തന്നെയാണ് കേട്ടോ. എന്നിങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. ചെടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ കുറേ പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ നമുക്ക് ആകർഷകം തന്നെയാണ്. എന്നിരുന്നാലും ഇവർക്ക് പത്തരമാറ്റാക്കുന്നത് പൂമുട്ടുകൾ തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു ചെമ്പരത്തിയുടെ മുട്ട് കാണിച്ചു തന്നിട്ടില്ലായിരുന്നോ? അത് ഇതാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയിൽ വിരിയും, ബ്ലാക്ക് ആൻഡ് മറൂൺ എന്ന് പറഞ്ഞിട്ട് അത് വിരിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതേപോലെ പൂമുട്ടായി അവിടെ കിടപ്പുണ്ട്. പിങ്ക് കളർ ചെമ്പരത്തിയുടെ മുട്ടാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വിങ്ക റോസ് വലിയ പൂവായിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് വിങ്ക റോസുകളാണ് ഞാൻ നട്ടുപിടിപ്പിച്ചാണ്. പക്ഷെ അതിനേക്കാളും വലിയ ഫ്ലവറായിട്ടാണ് ഞാൻ ഈ വാങ്ങിച്ച വിങ്ക റോസിലുണ്ടായിട്ടുള്ളത്. പിന്നെ ഓർക്കിഡ് റോസ് ഇതേപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയും വേറെയും ഓർക്കിഡ് റോസുകൾ വാങ്ങിക്കണം. എന്താ ഭംഗിയിലേ കാണാൻ. അതിങ്ങനെ എന്താ വെച്ചാൽ അതിൻ്റെ ഇലകളും തന്നെ നല്ല കാട് മൂടി പോലെ നല്ല തിക്കായിട്ട് ഇലകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും പോയി വാങ്ങിച്ചോണ്ടോ. പിന്നെ വാങ്ങിക്കാൻ വരട്ടെ. ആദ്യം ഒരു 15 ദിവസം കൂടി കഴിയട്ടെ കേട്ടോ. എൻ്റെ ഓർക്കിഡ് റോസ് എങ്ങനെ ആവുന്നു എന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടല്ലോ, അത് ചട്ടിയിലേക്ക് മാറ്റി വെച്ചതല്ലേ. എന്നിട്ട് ഞാൻ പറയാം കേട്ടോ വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ളത്. ഈ ജമന്തി ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ വലുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും പൂവിടാനും സമയമായി എന്നുള്ളപ്പോൾ അതിനെന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ജമന്തി എൻ്റെ പൂടുന്നില്ലല്ലോ അതെന്താണെന്നുള്ളത്. ജമന്തിക്ക് നല്ല വെയിലും വേണം, നല്ല വെള്ളവും വേണം കേട്ടോ. പൂക്കാത്ത ജമന്തിയെ നമ്മൾ പൂവിടിയിപ്പിച്ചാലാണല്ലോ നമ്മളെ ജോലി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2 നേരം നിങ്ങൾ നനയ്ക്കുക. നല്ല വെള്ളം വേണം ജമന്തിക്ക്. അപ്പോൾ 2 നേരം നനയ്ക്കൽ മസ്റ്റാണ്. എന്നിട്ട് നിങ്ങളൊന്ന് വീക്ഷിച്ച് നോക്കി പൂടുന്നുണ്ടോ ഇല്ലയെന്ന്. 2 ദിവസം 2 നേരം നനച്ചിട്ട് ഇപ്പോഴും പൂടുന്നില്ല എന്ന് പറയാൻ നിൽക്കണ്ട. കുറച്ച് ദിവസം 1 മാസത്തോളം നിങ്ങൾ അതന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ പൂവിടും. ബട്ടർകപ്പ് എന്നും ഓരോ പൂവ് തരും. എന്നാൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നൊരു ഫീലാണ്. പിന്നെ അതിന് 2 പൂവ് ഒന്നിച്ചിടുന്ന പരിപാടി അവർക്കറിയില്ല. ഇതിപ്പോൾ വൈറ്റുമ്പോൾ 3 ഫ്ലവർ ഉണ്ടായിട്ടോ. ഇനി വൈകുന്നേരം ഞാൻ വരുമ്പോഴത്തേനും ഒക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ കരുതുന്നുണ്ടായി ലോങ് വീഡിയോ ഇപ്പം തന്നെ എടുത്ത് വെക്കാന്നുള്ളത്. ഞാനിപ്പോൾ ഇതിന് വോയിസ് കൊടുക്കുന്നത് 7:45 ഇത് ഇനി വേഗം സേവ് ആക്കിയിട്ട് വേണം ലോങ് വീഡിയോ എടുക്കാൻ. കാരണം എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല. പിന്നെ ഞാൻ കൂടുതലായിട്ട് ചെടിക്ക് കൊടുക്കുന്ന ഒരു വളമാണ് ഉള്ളിത്തോല്. സവാളയുടെയും ചെറിയ ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും തോല് ഞാൻ ഇതിന് ഇവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ഉള്ളിത്തോലിൽ പൊട്ടാഷ്യം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ചെടികൾക്ക് മസ്റ്റാണ് കേട്ടോ. എല്ലാ ഘടകങ്ങളും എത്തുക എന്നുള്ളത് നമ്മളെപ്പോലെ തന്നെയാണ് അവർക്കും ജീവനുണ്ടല്ലോ. അവർക്കും പിന്നെ വിറ്റാമിൻ എയും ബിയും സിയും ഡിയും ഒക്കെ അവർക്കും കിട്ടേണ്ടത് തന്നെയാണ്. ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഉള്ളിത്തോല് ഞാൻ വേഗം പോക്കറ്റ് അടിക്കും കേട്ടോ. സാധാരണ ക്യാഷൊക്കെയാണ് എല്ലാവരും പോക്കറ്റ് അടിക്കുക. ഞാൻ ഉള്ളിത്തോല്, മുട്ടത്തോട് അങ്ങനത്തെ ഒക്കെയാണ് ഞാൻ പോക്കറ്റ് അടിക്കുക. ഇങ്ങനെ ഒന്നിച്ച് ചെടികൾ കാണാൻ നല്ല ഭംഗി. ഈ ചെറിയൊരു സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പല വർണ്ണങ്ങളിലെ ഇലകളും പൂക്കളുമാണ്. അതിൻ്റെ ഒരു ഭംഗി അത് വേറെ തന്നെയാണ്. എൻ്റെ കുഞ്ഞു സ്വർഗം ഇതാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റും.